ടെലവീവിനും ഹൈഫയ്ക്കും നേരെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വർഷം. ഹൈഫയിൽ റോക്കറ്റ് ആക്രമണത്തിൽ കെട്ടിടം തകർന്നു. ടെലവീവിൽ 6 പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ അറിയിച്ചു. ഗസയിലും ലെബനാനിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഗസയിൽ 24 പേർ കൊല്ലപ്പെട്ടു. BK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുഹൈൽ, ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഒരു കനത്ത തിരിച്ചടിയാണോ ഇസ്രായേലിന് നൽകിയിട്ടുള്ളത്? ദിവ്യ, ഇന്ന് 200-ലധികം റോക്കറ്റുകളാണ് ഹിസ്ബുള്ളയുടേതായി ഇസ്രായേലിലേക്ക് എത്തിയത്. പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ സൈറണുകൾ മുഴങ്ങുന്നു. ആളുകളെല്ലാം ബങ്കറുകളിലേക്ക് മാറുന്നു. വലിയൊരു യുദ്ധാന്തരീക്ഷത്തിൽ തന്നെ, ഒരു ഭീകരാന്തരീക്ഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് ഞായറാഴ്ച പകൽ ഇസ്രായേലിൽ നമ്മൾ കാണുന്നത്. പ്രധാനപ്പെട്ട 2 നഗരങ്ങൾ, ഒന്ന് ടെലവീവ്, മറ്റൊന്ന് ഹൈഫ. ഈ 2 നഗരങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ പതിച്ചത്. 200 റോക്കറ്റുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഭൂരിഭാഗവും ഹൈഫയിലാണ് പതിച്ചത്. അതേപോലെ തന്നെ ടെലവീവിൽ ഇപ്പോൾ 6 പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ അറിയിക്കുന്നു. അതിൽ പലർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈഫയിൽ എത്രത്തോളം അതിൻ്റെ ഭീകരതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇനിയും സമയമെടുക്കും. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2 പേർക്ക് ഗുരുതരമായി ഹൈഫയിലും പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. വിവിധ കെട്ടിടങ്ങൾ തകർക്കപ്പെടുന്നു. അതേപോലെ തന്നെ തീഗോളങ്ങൾ പലയിടങ്ങളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ അതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിടുന്നു. ഹൈഫ നമുക്കറിയാം പ്രധാനപ്പെട്ട തുറമുഖ നഗരമാണ്. അവിടെയുള്ള സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്, അതേപോലെ തന്നെ ടെലവീവിലെയും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നത്. മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ ലബനാൻ സംഘർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി തന്നെ ഇതിനെ നമുക്ക് കാണാൻ കഴിയും. ഹിസ്ബുള്ളയുടെ മുഴുവൻ കേന്ദ്രങ്ങളെയും തങ്ങൾ തകർത്ത് കഴിഞ്ഞു എന്ന് ഇസ്രായേൽ പറയുന്ന ഘട്ടത്തിലാണ് വീണ്ടും തിരിച്ചടികൾ ഉണ്ടാകിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ വധിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തി. പക്ഷേ അതിനെല്ലാം ശേഷവും ഇപ്പോഴും ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ സാധിക്കുന്ന സൈനിക ശേഷി ഹിസ്ബുള്ളക്കുണ്ട് എന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം എന്ന സാധാരണക്കാരുടെ ചോദ്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നെസറ്റ് ചേർന്നപ്പോൾ, ഇസ്രായേലി പാർലമെൻറ്റായ നെസറ്റ് ചേർന്നപ്പോൾ എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പാർലമെൻറ്റിൻ്റെ ഉള്ളിലുള്ള ആളുകളും പുറത്തുള്ള ആളുകളും വൻതോതിൽ ഒച്ചവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴെല്ലാം ഇസ്രായേലിനെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം എന്നുള്ളതായിരുന്നു നെതന്യാഹു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ യുദ്ധം ഇങ്ങനെ ഒരു വർഷവും പിന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലും ഇസ്രായേലിലെ സാധാരണക്കാർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ അവസരമില്ലാത്ത രൂപത്തിൽ ഇന്നത്തെ ദിവസവും നമ്മൾ കാണുന്നു. വടക്കൻ ഇസ്രായേലിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ള 70,000-ഓളം വരുന്ന ആളുകളുണ്ട്. അതായത് ലബനാൻ്റെയും ഇസ്രായേലിൻ്റെയും അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് 70,000 ആളുകളെ ഹോട്ടലുകളിലും മറ്റു സ്ഥലങ്ങളിലും താമസിപ്പിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണം കാരണമായി കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 മുതൽ അവരെ തിരികെ ആ സ്ഥാനത്ത് തന്നെ മാറ്റിപ്പാർപ്പിക്കാനാണ്, യഥാർത്ഥ സ്ഥലങ്ങളിലേക്ക് അവർ എവിടെയാണ് ഉണ്ടായിരുന്നത് അവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയാണ് ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം ആരംഭിക്കുന്നത് എന്നുള്ളതായിരുന്നു ഇസ്രായേൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുക, അവിടെ മാത്രമല്ല, ഇസ്രായേലൊട്ടുക്കും ഇന്നത്തെ ഒരു പകൽ മാത്രം നോക്കുകയാണെങ്കിൽ ഇസ്രായേലൊട്ടുക്കും അവിടെയുള്ള ആളുകൾക്ക് അവരുടെ സ്വന്തം വീടുകളിൽ കഴിയാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ഭൂരിഭാഗം സ്ഥലങ്ങളിലെയും ആളുകൾ ബങ്കറുകളിലേക്ക് പോകുന്നു. നമുക്കറിയാം, ഈ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം ഇസ്രായേലിൻ്റെ ക്യാബിനറ്റ് അടക്കം ബങ്കറുകളിലേക്ക് മാറുന്ന സ്ഥിതിയാണ് ഉണ്ടാവാറുള്ളത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ വീടിന് നേരെ പോലും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ വലിയ ആശങ്കയിലേക്ക് അവർ പോവുകയും ചെയ്തു. അപ്പോൾ ഒരു ഭാഗത്ത് കുറേയേറെ ആളുകൾ വംശഹത്യ നടത്തി കൊലപ്പെടുത്തുന്നുവെങ്കിലും സമാധാനത്തോടു കൂടി ഇസ്രായേലിനുള്ളിലുള്ള ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഈ സംഘർഷം മാറുകയാണ്. ഈ ഗസയിൽ നിന്നും ഈ യുദ്ധമുഖം എന്തിനു വേണ്ടി ഹിസ്ബുള്ളക്ക് നേരെ തിരിച്ചുവിട്ടു എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഇസ്രായേലിനുള്ളിൽ ഒരു ഉത്തരം നൽകാൻ സാധിക്കാത്ത രൂപത്തിലാണ് ഇന്നത്തെ സംഘർഷം ഇപ്പോൾ കനത്തുകൊണ്ടിരിക്കുന്നത്. യെസ്, അതോടൊപ്പം സുഹൈൽ, ഇപ്പോൾ ഗസയിലെ ഒരു സ്ഥിതി എന്താണ്? അവിടെയും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 24 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ടല്ലോ. ഒരേ സമയത്ത് തന്നെ നമുക്കറിയാം, ലബനാനിലും ഗസയിലും ആക്രമണം തുടരുക എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ ഒരു നിലപാട്. ഇവിടങ്ങളിലൊന്നും തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നെതന്യാഹു തയ്യാറാകുന്നില്ല. നമുക്കറിയാം, ഗസയിൽ ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നിരവധി പേർ കൊല്ലപ്പെടുന്നു. അതിൽ ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വടക്കൻ ഗസയാണ്. വടക്കൻ ഗസയിലെ ജബാലിയ, ബൈത്ത് ലാഹിയ, ബൈത്ത് ഹാനൂൻ പോലെയുള്ള പ്രദേശങ്ങളെ പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ട് അവിടെ ബോംബ് വീഴ്ത്തുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം പരമാവധി ആളുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. മറ്റൊന്ന് വംശഹത്യയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഈ മേഖലകളിൽ ബോംബിട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ ആശുപത്രികൾ തകർക്കുന്നു. അതേപോലെ സാധാരണക്കാർക്ക് നേരെ ഭക്ഷണവും വെള്ളവും കൊണ്ടുവരുന്ന ട്രക്കുകൾ തടയുന്നു. ഇതാണ് വടക്കൻ ഗസയിൽ അവർ നടത്തുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് വടക്കൻ ഗസയിലുള്ള മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ചുകൊണ്ട് അവിടേക്ക്
ഇസ്രായേലിലേക്ക് ആ വടക്കൻ ഗസയെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യം. നമുക്കറിയാം ജനുവരി 20 ആകുമ്പോഴേക്കും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറാൻ പോവുകയാണ് അമേരിക്കയിൽ താൻ അധികാരത്തിലേറുന്നതിന് മുമ്പ് ഈ യുദ്ധം ഫിനിഷ് ചെയ്യണം എന്നാണ് നെതന്യാഹുവിന് ട്രംപ് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതെങ്ങനെ ഫിനിഷ് ചെയ്യും എന്നുള്ളതാണ് നെതന്യാഹുവിന് മുമ്പിലുള്ള ചോദ്യം. അത് വടക്കൻ ഗസയെങ്കിലും ഇസ്രായേലിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കി എന്നൊരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടാകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ അപ്പോഴും യുദ്ധലക്ഷ്യമായി നെതന്യാഹു എണ്ണിയ കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുക, ബന്ദികളെ പൂർണ്ണമായും തിരിച്ചെത്തിക്കുക, ഇതാണ് യുദ്ധലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ആ 2 കാര്യവും പൂർത്തീകരിച്ചിട്ടില്ല. നമുക്കറിയാം ഈ ഗസയിൽ നിന്നും ഇസ്രായേലിലേക്ക് നേരത്തെ നമ്മൾ ഹിസ്ബുള്ള പറഞ്ഞതുപോലെ തന്നെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. പല സൈനികരും കഴിഞ്ഞ ഈ ആഴ്ചകളിൽ തന്നെ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി വടക്കൻ ഗസയിൽ മാത്രം. അതേപോലെ തന്നെ ബന്ദികളെ തിരിച്ചെത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹു നേരിട്ട് ഗസയിലേക്ക് എത്തുകയും അവിടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തതിന് ശേഷം പറഞ്ഞത്, ഞങ്ങൾക്ക് ബന്ദികളെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല, ഈ ഗസയിലുള്ള ആളുകൾ ഞങ്ങൾക്ക് ബന്ദികളെ പിടിച്ചു തരികയാണെങ്കിൽ ഓരോ ബന്ദിക്കും $5 മില്യൺ വീതം ഞങ്ങൾ സഹായം നൽകാം എന്ന് മാത്രമല്ല, അങ്ങനെ പിടിച്ചു തരുന്ന ആളുകൾക്ക് സുരക്ഷിതമായി ഗസയുടെ പുറത്തേക്ക് എത്തിക്കാനും അവരെവിടെയാണോ ജീവിക്കുന്നത് അവിടെ സുരക്ഷിതമായി ജീവിക്കാനുമുള്ള അവസരം അവർക്കും അവരുടെ കുടുംബത്തിനും നൽകാമെന്നുള്ള ഒരു വാഗ്ദാനം കൂടി നെതന്യാഹു നൽകുകയുണ്ടായി. പക്ഷേ നമ്മൾ കാണാൻ കഴിയുന്നത് ആരും തന്നെ നെതന്യാഹുവിൻ്റെ ഇനാം പ്രഖ്യാപനം കേട്ട് അതിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നില്ല. ഇന്നത്തെ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെ അവരുടെ ബന്ദികളെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു വനിതാ ബന്ദി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പൂർണ്ണമായും ഗസയിലുള്ള ആക്രമണവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യങ്ങൾ നേടാനാവാതെ കുറേയേറെ കൊലപ്പെടുത്തുക, കുറേ ആളുകളെ കൊന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ലോകതലത്തിൽ നെതന്യാഹുവിൻ്റെയും ഇസ്രായേലിൻ്റെയും ഇമേജ് വളരെയേറെ പിന്നോട്ട് പോകുന്നു. നമുക്കറിയാം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ യുദ്ധവാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ്റെ വിദേശകാര്യ മേധാവി പറഞ്ഞത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ആ നടപടി അംഗീകരിക്കണം, ബഹുമാനിക്കണം, നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ്. കൂടുതൽ രാജ്യങ്ങൾ ആ ഘട്ടത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് അന്താരാഷ്ട്ര തലത്തിൽ ഇമേജ് നഷ്ടമുണ്ടാകുന്നു. അതേപോലെ തന്നെ ആഭ്യന്തര തലത്തിലും വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നല്ലാതെ കുറേയേറെ ആളുകളെ കൊന്നൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ഈ യുദ്ധലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാൻ ഇതിനിടെ ലബനാനിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെ മധ്യസ്ഥ ശ്രമത്തിൽ തന്നെ ഒരു വെടിനിർത്തലിനുള്ള നീക്കങ്ങളൊക്കെ നടന്നിരുന്നല്ലോ. അതിലെന്തെങ്കിലും പുരോഗതിയുണ്ടോ? വളരെ പ്രധാനപ്പെട്ടതാണ് ആ കാര്യം. അതായത് ഇപ്പോൾ ഹിസ്ബുള്ള വലിയ രൂപത്തിൽ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കുറേയേറെ ആളുകൾ 6-ലധികം സൈനികരെ ഇസ്രായേലിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴാണ് അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമത്തിൽ ഒരു വെടിനിർത്തലിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. പക്ഷേ പലപ്പോഴും ഈ വെടിനിർത്തൽ ചർച്ചകൾ പ്രഹസനവും അതേപോലെ തന്നെ ഒരു നാടകവുമാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. ഏതെങ്കിലും ഘട്ടത്തിൽ ഇസ്രായേലിന് ഒരുങ്ങാനോ അല്ലെങ്കിൽ ഇസ്രായേലി സൈനികർക്ക് ചെറിയ രൂപത്തിലുള്ള ഒരു സ്ട്രാറ്റജി മാറ്റാനൊക്കെ അവസരം വരുമ്പോഴാണ് ഈ വെടിനിർത്തൽ ചർച്ചകളൊക്കെ വരാറുള്ളത്. അതുകൊണ്ടാണ് ഖത്തർ പോലും ഇനി മധ്യസ്ഥ ശ്രമങ്ങൾക്ക് പോകുകയാണെങ്കിൽ അത് ഒരു യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്ന ഒരു തരത്തിൽ മാത്രമേ തങ്ങൾ പോകൂ എന്ന് ഖത്തർ പറയാനുള്ളൊരു സാഹചര്യം. ഇപ്പോൾ അമേരിക്ക ലബനാനുമായി ചർച്ചകൾ നടത്തുകയും ലബനാനിലെ പ്രധാനമന്ത്രിയുമായും അതേപോലെ തന്നെ സ്പീക്കറുമായെല്ലാം അമേരിക്കയുടെ പ്രതിനിധി വന്ന് ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും വിചാരിച്ചത് ആ തരത്തിലുള്ളൊരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കാണുന്നത് ലബനാനും അതേപോലെ തന്നെ ഹിസ്ബുള്ളയും എല്ലാം വെടിനിർത്തലിന് തങ്ങൾ സന്നദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് പോലും ആ ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുന്നതാണ് നമ്മൾ കണ്ടത്. നെതന്യാഹു അതായത് ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടാതെ ഞങ്ങൾ മുന്നോട്ട് പോകില്ല, എന്തു തന്നെ വന്നാലും ഹിസ്ബുള്ളയെ ആക്രമിക്കും എന്ന് പറയുകയാണ്. ഹിസ്ബുള്ള പൂർണ്ണമായും വഴങ്ങണം, അവർ എല്ലാ സൈനികമായിട്ടുള്ള സംവിധാനങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇസ്രായേലുമായി ഏറ്റുമുട്ടാതെ നിലനിൽക്കണം എന്നാണ് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഒരിക്കലും അംഗീകരിക്കാത്തൊരു കാര്യവുമാണ്. നമുക്കറിയാം ഗസയിലുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഹിസ്ബുള്ള പ്രധാനമായും വെടിനിർത്തലിന് മുന്നോട്ട് വെക്കുന്നൊരു കാര്യം. കാരണം ഈ യുദ്ധം ഉണ്ടാകുന്നത് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നത് ഗസയുടെ പേരിലാണ്. അപ്പോൾ ഗസയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുകയാണ് നെതന്യാഹു ആദ്യം വേണ്ടത് എന്ന ഒരു നിലപാടിലേക്ക് ഹിസ്ബുള്ള പോവുകയാണ്. എന്ന് മാത്രമല്ല നമുക്കറിയാം ഈ വെടിനിർത്തൽ കാര്യത്തിന് വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾ അമേരിക്ക തുടരുന്നു എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഇസ്രായേലിനെയും ലബനാനെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള എല്ലാ ആയുധവും വൻതോതിൽ അമേരിക്ക കയറ്റി അയക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് UN രക്ഷാസമിതിയിൽ ഈ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധത്തിൻ്റെ വെടിനിർത്തൽ വേണമെന്ന് UN രക്ഷാസമിതി അംഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് 14 രാജ്യങ്ങൾ ഒരുമിച്ച് കൈ ഉയർത്തി ഈ വെടിനിർത്തൽ പ്രമേയത്തിന് വേണ്ടി. പക്ഷേ അമേരിക്ക മാത്രം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി കൈപ്പൊക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്, വെടിനിർത്തൽ വേണ്ട എന്നുള്ളത്. അപ്പോൾ അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമങ്ങൾ തീർത്തും നാടകമാണ്, അതൊരിക്കലും യാഥാർത്ഥ്യബോധമില്ലാത്തതാണ് എന്നുള്ളതാണ് ഫലസ്തീൻ സംഘടനകളും അതേപോലെ തന്നെ ഹിസ്ബുള്ളയും മറ്റു പോരാട്ട സംഘടനകളെല്ലാം പറയുന്നത്.